നമ്മൾ മുമ്പ് വീട് പറമ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങൾ, വീടിനും പറമ്പിനൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ കമന്റ് എഴുതിയതിൽ വളരെ പ്രധാനമായിട്ട് വന്ന ചില സംശയങ്ങളിൽ കണ്ടൊരു പ്രയോഗമാണ് പോക്കുവരവ് എന്നുള്ള പ്രയോഗം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മെ ഫോൺ വിളിച്ച് അറിയിക്കുകയും പലപ്പോഴും അതിനെക്കുറിച്ച് ലാവലാതികൾ പറയുകയും ഉസ്താദ് വീടൊന്ന് നോക്കാൻ വരണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ഒരുപാട് ഫോൺ കോളുകൾ നമുക്ക് വരികയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനമായി ഉസ്താദ്, ഞാൻ ഈ വീട്ടിൽ താമസമാക്കിയ ആ സമയം മുതലാണ് എൻ്റെ വീട്ടിൽ ഇത്രയും പ്രയാസങ്ങൾ വന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എൻ്റെ വീട്ടിലെ മക്കൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നു, ഒന്നിനു പിറകെ ഒന്നൊന്നായി രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന ചില സംസാരങ്ങൾ കേൾക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് വന്ന ഫോൺ കോളുകളിൽപ്പെട്ട ചില വിഷയങ്ങൾ, വീട്ടില് ചാവി കീ ഇങ്ങനെ തിരിക്കുന്നത് പോലെ തോന്നുന്നു, അത് എല്ലാ ദിവസങ്ങളിലും ചില പ്രത്യേക സമയങ്ങളിൽ അങ്ങനെ അനുഭവപ്പെടുന്നു. അതേപോലെ തന്നെ മുകളിലത്തെ നിലയിലൊക്കെ ടാപ്പ് തിരിച്ചിട്ട് വെള്ളം വീഴുന്നത് പോലെ, അതേപോലെ തന്നെ മുകളിലത്തെ അപ്സ്റ്റെയറിൽ നിന്ന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പിട്ട് നടക്കുന്നത് പോലെ, മുകളിൽ ആൾപെരുമാറ്റമുള്ളതുപോലെ, അവരൊക്കെ ബാത്റൂമിൽ കയറി അവര് ബാത്റൂമൊക്കെ യൂസ് ആക്കുന്നത് പോലെ തോന്നുക. അതേപോലെ തന്നെ മുട്ടുകൾ കേൾക്കുക. അത് ഒരു വിശാലമായ വീടാണെങ്കിൽ ആ വീടിന്റെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുക. അടുക്കളയിൽ ആരൊക്കെയോ പെരുമാറ്റമുള്ളതുപോലെ തോന്നുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഓരോരുത്തരും ഫോൺ കോളുകൾ ചെയ്യുന്നത്. എന്താണ് വീട്ടിൽ ഇങ്ങനെ പ്രയാസങ്ങൾ വരുന്നത് എന്നതിനെ കുറിച്ച്. അപ്പോൾ ഇവരൊക്കെ ഇത് ചേർത്തി പറയുന്നത് പോക്കുവരവുമായി ബന്ധപ്പെടുത്തി അതിനോട് റിലേറ്റഡ് ആയിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന അതിനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന രൂപത്തിൽ നമ്മുടെ അനുഭവത്തിലും നമ്മുടെ അറിവിലൊക്കെ വ്യക്തമായ ചില വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതൊക്കെ പറയാമെന്ന് വിചാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് ആളുകൾ ഫോൺ കോളുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഫോൺ എടുക്കുന്നത് വളരെ കുറവാണ്. നിങ്ങളൊക്കെ അടിക്കുമ്പോൾ എടുക്കാൻ സാധിക്കാറില്ല. അവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ പലരും നമ്പർ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്പർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് എപ്പോഴും ചോദിക്കാം. പെട്ടെന്ന് തന്നെ മറുപടി കിട്ടിക്കൊള്ളണമെന്നില്ല, കാരണം അത്രയും മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. സമയത്തിന് ഫ്രീ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് അതിനൊക്കെ മറുപടികൾ നൽകും. മറുപടി കിട്ടാത്ത മെസ്സേജുകളൊക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ താഴെ പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടില്, നമ്മുടെ പറമ്പിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ പഴയകാല ആളുകൾ കൂടുതലായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ഒക്കെ ഒരു മുമ്പുള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കും, പോക്കുവരവുമായി ബന്ധപ്പെട്ട്. ഇത് പൊതുവിൽ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ചില പദങ്ങളാണ് പോക്കുവരവ്, അതേപോലെ തന്നെ വരുത്തുപോക്ക്, തേരോട്ടം, എതിർപോക്ക്, ഇങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകൾ കേൾക്കാം. പോക്കുവരവ് എന്നുണ്ടാവും, വരുത്തുപോക്ക് എന്നുണ്ടാവും, തേരോട്ടം എന്ന് കേൾക്കും, എതിർപോക്ക്, ഇങ്ങനെയൊക്കെ കേൾക്കും. പൊതുവിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പിശാചിന്റെ, ശൈത്വാനിന്റെ സാന്നിധ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിശാചിന്റെ ഒരു പ്രസൻസ്, അതാണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, പലതരം ജീവികളും ഭൂമിയിലുണ്ട്, പലതരം അണുക്കളുണ്ട്, വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? അതിൽ നമ്മുടെ വിശ്വാസപ്രകാരം നമുക്കൊക്കെ ഇപ്പൊ ജിന്നുകൾ ഉണ്ട് എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം, മലക്കുകൾ ഉണ്ട് എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. നമ്മുടെ മദ്രസകളിൽ നിന്ന്, പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ, മതകലാലയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവരെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് അവരെ കാണാൻ സാധിക്കുകയില്ല. അവർ പല രൂപത്തിലും രൂപാന്തരപ്പെടും, അല്ലെ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. നായ, പന്നി തുടങ്ങിയവ അല്ലാത്ത എല്ലാ രൂപങ്ങളിലേക്കും ഈ മലക്കുകൾക്ക് രൂപാന്തരപ്പെടാൻ പറ്റുമെന്നും, അതേപോലെ തന്നെ ജിന്നുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവര് നായ, പന്നി ഉൾപ്പെടെയുള്ള രൂപങ്ങളിലേക്ക് അവർക്ക് രൂപാന്തരപ്പെടാൻ സാധിക്കും. അവരെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്. അവരുടെ കൂട്ടത്തിൽ ശൈത്വാനുകളുണ്ട്, പിശാചുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസപ്രകാരം ഇതൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത്തരം ആളുകളുടെ പ്രസൻസ്, അവരുടെ സാന്നിധ്യം നമ്മുടെ പറമ്പിലും നമ്മുടെ വീടുകളിലൊക്കെ ഒരുപക്ഷെ അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിന് ഈ പുതിയ കാലത്തെ ആളുകൾ അതിനെക്കുറിച്ച് നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. എന്തു തന്നെയായാലും ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ
നമുക്കൊരു അവയർനെസ്, നമുക്കൊരു ഒരു ബോധം ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവല് നല്ലതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഫോൺ കോളുകളിലൂടെയൊക്കെ നമ്മൾ ഇതിലൂടെ പറയുന്ന ഓരോ വിഷയങ്ങളും അവർ ചെയ്ത്, ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു 12,000 ബിസ്മിയുടെ വിഷയം പറഞ്ഞിരുന്നു, അവരൊക്കെ ചെയ്തു. അതേപോലെ തന്നെ വേറെ അമലുകൾ പറഞ്ഞിരുന്നു, അതും ചെയ്തു. ഷെയ്ത്വാനിന്റെ പിശാചിന്റെ ഷെറുകൾ മാറ്റാനുള്ളത്, സിഹറു ബാത്തിലാക്കാനുള്ളത്, കൈവിഷവുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഓരോരുത്തരും അത് ഇന്ന് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് അറിയിച്ചവരുണ്ട്. അതിലേറ്റവും കൂടുതൽ നമ്മളെ സന്തോഷപ്പെടുത്തുന്നത് ഓരോ ദിവസവും കൂടുതൽ ആളുകൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അവർ പറയുന്നു, ഉസ്താദെ എൻ്റെ ആ ആഗ്രഹം സാധിച്ചു, എൻ്റെ മോൻക്ക് ജോലി കിട്ടി, ഉസ്താദെ എൻ്റെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏകദേശം ഒരു പരിഹാരമുണ്ട്, എൻ്റെ മോൾക്ക് ഇപ്പോൾ ഭേദമുണ്ട്, എൻ്റെ മകളുടെ വിവാഹം ശരിയായി എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് സന്തോഷ വാർത്തകൾ ഓരോ ദിനം കൂടുന്തോറും വർദ്ധിച്ച രൂപത്തിൽ നമ്മെ അറിയിക്കുന്നത് കാണുമ്പോൾ നാം ഈ സമയം ചെലവഴിക്കുന്നതിൽ ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാണെങ്കിൽ നമുക്കിനിയും ഒരുപാട് അമലുകൾ പറയാനും നമുക്കൊക്കെ അത് ചെയ്യാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതിയിലെ ചില സൂക്ഷ്മ ശക്തികളുടെ സഞ്ചാരം എന്നൊക്കെ ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. എന്ത് തന്നെയായാലും ഈ പൈശാചിക സാന്നിധ്യത്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള പൈശാചിക പോക്കുവരവ്, പൈശാചിന്റെ സാന്നിധ്യം, നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ചില വീടുകളിലെ ചില പറമ്പുകളിലൊക്കെ ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അത് എങ്ങനെയുള്ള വീടുകളിലാണ് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുക എന്ന് ചോദിച്ചാല്, നമ്മൾ കൂടുതലും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ ചില വിഷയങ്ങളിൽ നിന്ന് പറയാണ്. നമ്മൾ ചില വീടുകളിൽ നിന്ന് ചില ആളുകൾ പറയും, ഉസ്താദ് ഇങ്ങനെ ബാത്റൂമിൽ ഇങ്ങനെ തുറന്നിടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ചില വിഷയങ്ങളൊക്കെ പറയും. ഇങ്ങനെ ഈ പ്രധാനമായിട്ട് ഇങ്ങനത്തെ ചില സംസാരങ്ങളൊക്കെ എന്നെ ഫോൺ കോൾ ചെയ്തവരിൽ നിന്ന് തന്നെ എനിക്ക് നേരിട്ട് അത്തരം വിഷയങ്ങൾ അവർ പറയുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ആ ശബ്ദമൊന്നും കേൾക്കാറില്ല. ഇപ്പൊ ഈ ചങ്ങല കിലുങ്ങുന്ന ശബ്ദം രാത്രികളിൽ കേൾക്കുന്നു. അതേപോലെ തന്നെ കൊലുസ്, ചിലങ്ക ഇവകളൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കുന്നത് പോലെ, അതേപോലെ പാത്രങ്ങൾ തട്ടിത്തെറിച്ച് വീഴ, ഈ ആകാശത്തേക്ക് മുകളിലേക്ക് തീനാളങ്ങൾ ഇങ്ങനെ കയറി പോകുന്നത് പോലെ തോന്നുക. അതേപോലെ തന്നെ ചില വീടുകളിൽ ശക്തമായ കലഹങ്ങൾ, ദുർമരണങ്ങൾ, ശാരീരിക അസ്വസ്ഥതകൾ, ഇങ്ങനെ തുടങ്ങി പല പ്രയാസങ്ങളും ചില വീടുകളിലൊക്കെ കാണുന്നു. അപ്പൊ ഇത്തരം വീടുകളൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പോക്കുവരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശൈത്വാനിന്റെ ഒരു സാന്നിധ്യം അവിടെയൊക്കെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഈ ക്ഷേത്രങ്ങളുടെ, നമ്മൾ അത്തരം വിഷയങ്ങളിലൊക്കെ സംസാരിക്കുമ്പോഴും ചെന്ന് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ക്ഷേത്രങ്ങളുടെ 2-3 കിലോമീറ്റേഴ്സ്, ഈ ക്ഷേത്രങ്ങളുടെ 2-3 കിലോമീറ്ററുകൾക്ക് അറൗണ്ടിൽ താമസിക്കുന്ന ആളുകൾ, 2-3-5 കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തുണ്ടാവുമല്ലോ, ഒന്നിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വീട് വരിക, ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ ഉള്ള ചില പ്രയാസങ്ങളൊക്കെ ഇത്തരം പ്രയാസങ്ങൾ അത്തരം വീടുകളിൽ ചിലപ്പോൾ കാണാറുണ്ട്. അത് നമുക്ക് നേരിട്ട് അതിന്റെ അനുഭവങ്ങളും ഉണ്ട്. ഇതിലിപ്പോൾ കേൾക്കുന്ന ആളുകൾക്കും ഇതേപോലെ ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പദങ്ങൾ അങ്ങനെ പറയണം, അങ്ങനെയുണ്ട് എന്നൊന്നല്ല പറയുന്നത്. പൈശാചിക സാന്നിധ്യം എന്തായാലും ഉണ്ടാവും. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ പറമ്പിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പ്രയാസമായി സംഭവിക്കാറുണ്ട്. ഇതിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ചില ഈ അടയാളങ്ങളുണ്ടല്ലോ, ഈ അടയാളങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് കേട്ടവരുണ്ടാകും അല്ലേ? ഈ സന്ധ്യാസമയങ്ങളിലൊക്കെ നമ്മൾ ഈ കൂടുതലും ഇത്തരം സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നട്ടുച്ച സമയത്ത്, ഒരു ഏകാന്തമായി നിശബ്ദമായിരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ രാത്രിയിൽ, ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പൈശാചികമായ വിഷയങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്തരം ഏരിയകളിലാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണേ, കൂടുതലായിട്ട് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിങ്ങനെ ഒരു സങ്കീർണമാക്കി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ചില
പറയുന്നുണ്ടല്ലോ ഈ സൂക്ഷ്മ ശക്തികളുടെ സഞ്ചാരപാത. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. ഒരു വീടിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ക്ഷേത്രമുണ്ട്, അമ്പലമുണ്ട്. അതേപോലെ തന്നെ അതിന്റെ നേർ ബാക്ക് ഭാഗത്തും ഒരു അമ്പലമുണ്ടെന്ന് വെക്കുക. അപ്പോൾ ഇവരിലെ ചില സൂക്ഷ്മ ശക്തികൾ അവർക്ക് പാസ് ചെയ്യാനുള്ള ആ പാസിംഗ് ഏരിയ, അതിലെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവിൽ അവർക്കൊരു പ്രയാസമായിട്ട് ആ നിലക്കുള്ള ബുദ്ധിമുട്ടാണ് ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാകുക. അത് ചിലപ്പോൾ നമ്മൾ ചില വീടുകൾ നിരീക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ തന്നെ നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അത് ചില വീട്ടിൽ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പ്രധാനമായിട്ട് ഇതിന്റെ ഈ ലക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എങ്ങനെയാ വെച്ചാൽ ഈ മഗ്‌രിബിന് ശേഷം ഈ പൈശാചികമായ സാന്നിധ്യം കൂടുതൽ അവരുടെ സാന്നിധ്യം നമുക്ക് വെളിവാകുന്നത് ഈ സന്ധ്യാസമയങ്ങളിലാണ്, അല്ലേ? അതല്ലേ സന്ധ്യാസമയങ്ങളിൽ കുട്ടികളെ പുറത്തിറക്കരുത്, അത് പിശാചുക്കള് ശൈത്വാനുകള് അവര് വ്യവഹരിക്കുന്ന സമയമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ ഈ പിശാചിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അവര് ഉണ്ടാവില്ല ഈ സന്ധ്യാസമയങ്ങളിലാണ്. ഈ സന്ധ്യാസമയങ്ങളിൽ മഗ്‌രിബിന് ശേഷമൊക്കെ ആ സമയത്തുണ്ടാകുന്ന ചില പ്രത്യേക രോഗങ്ങൾ, ആ സമയത്ത് മാത്രം തുടങ്ങുന്ന ചില രോഗങ്ങൾ, നമുക്കൊക്കെ ഓരോരുത്തർക്കും വീട്ടിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, ചില പ്രയാസങ്ങൾ, ആ സമയത്ത് പ്രത്യേക ശബ്ദങ്ങൾ കേൾക്കുക, പ്രത്യേക അസുഖങ്ങൾ ഉണ്ടാവുക, എല്ലാവരെയും ബാധിക്കുന്ന അസുഖങ്ങൾ, എത്ര ഡോക്ടറെ കാണിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾ, ഇതൊക്കെ ഈ ശൈത്വാനിന്റെ ഈ പൈശാചികവുമായി ബന്ധപ്പെട്ട പിശാചുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളായിരിക്കാം. സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഈ പീരിയഡ്സ്, അവരുടെ മെൻസസ്, അതൊക്കെ ഈ ഇറഗുലർ ആകുന്ന വിഷയം, അതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അത് മാറുന്നില്ല, കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ അത് ഈ പൈശാചികമായ ചില ഷെറുകളെ കൊണ്ടൊക്കെ ഉണ്ടായേക്കാം അത്തരം വിഷയങ്ങളൊക്കെ. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ, ഒരു പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൂടുതൽ മനസ്സിലാക്കണ്ടേ, നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, പെട്ടെന്ന് ഒരു ഭാഗത്ത് ഒരു പുതിയ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിൽ ഉദ്ദേശിക്കണം, ഒരു അടുപ്പോ അല്ലെങ്കിൽ ഒരു വേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അല്ലെങ്കിൽ അലക്കാനുള്ള ഒരു പ്രത്യേക സൗകര്യങ്ങൾ പിന്നീട് ഉണ്ടാക്കണം. അപ്പൊ ആ പിന്നീട് അലക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു സെപ്റ്റിക് ടാങ്കോ, അല്ലെങ്കിൽ ഒരു എല്ലാം ഒന്ന് വേസ്റ്റൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കാം. എന്നാൽ അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ചില പ്രയാസങ്ങൾ ഉണ്ടാവുക, അതൊക്കെ ചിലപ്പോൾ ഇവരുടെ ഈ സഞ്ചാരപാതകളുമായി ബന്ധപ്പെട്ട അവർക്ക് തടസ്സമുള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയും ആകാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാക്കാനും കഴിയാറുണ്ട്. ചില വീടുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ സംഭവിച്ചത് ആ വേസ്റ്റുമായി ബന്ധപ്പെട്ട് അവരത് തുടങ്ങിയത് അന്നു മുതലാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പിശാചുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൊണ്ട് വരുന്നതാകാം. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ എല്ലാ ദിവസവും നമ്മൾ പെരുമാറുന്ന ദിവസങ്ങളിൽ, ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും നമ്മൾ ആ ഭാഗത്ത് ആ പുതിയ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ ഭാഗത്ത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും നമ്മൾ പെരുമാറലുണ്ടാവുക. ആ പെരുമാറുന്ന ദിവസം നമുക്ക് രാത്രി വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഭാഗത്ത് അലക്കാൻ വേണ്ടി എന്തെങ്കിലും സംഭവങ്ങൾ ഏർപ്പെടുത്തി ഒരു വാഷിംഗ് മെഷീൻ ഒരു ഭാഗത്ത് വെച്ചു, അല്ലെങ്കിൽ അവിടെ ഒരു പ്രത്യേക കുളിപ്പുരയോ മറ്റൊക്കെ ഉണ്ടാക്കി അവിടെ റെഡിയാക്കി വെച്ചു. നമ്മൾ അന്നത് ഏതെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്യുന്നു, അന്ന് രാത്രി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എറിയുന്നത് പോലെ തോന്നാം. കുട്ടികളിലൊക്കെ കാണുന്ന ഈ കുട്ടികൾക്ക് പിശാചിന്റെ ഒരു ഷെറുകൾ പെട്ടെന്ന് ഏൽക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് കുട്ടികൾ. ഈ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്മെല്ല് ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന്, ജന്മന അങ്ങനല്ല, പെട്ടെന്ന് പഠനത്തിലൊരു പിന്നോക്കം ഉണ്ടാവുക. ഇതൊക്കെ ഒരു പക്ഷേ ഇത്തരം നെഗറ്റീവ് എനർജിയുമായി ബന്ധപ്പെട്ടതായേക്കാം. അപ്പൊ ഇത്തരം സൂക്ഷ്മ ശക്തികൾക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരപാതകൾ അത് കൃത്യമായി ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ഇതിന്റെ പരിഹാരം. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നമ്മളൊരു വീടാകുമ്പോൾ ആ വീടിന് നമ്മളെ പോലെ തന്നെ നമുക്ക് കൃത്യമായി വായുവും അതേപോലെ തന്നെ എയറും അതേപോലെ തന്നെ വെളിച്ചമൊക്കെ കിട്ടണമല്ലോ. നമുക്ക് നമ്മളൊരു റൂമിൽ മാത്രം അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തിനൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ വീടാകുമ്പോൾ വീടിന് അതിൻ്റെ ഉള്ളിലൂടെ എയർ സഞ്ചരിച്ച് ഒരു ഭാഗത്തിലൂടെ എയർ വന്ന് മറുഭാഗത്തിലൂടെ എയർ പോകുന്ന ഒരു സിറ്റുവേഷൻ വേണം.
അതിന് നമ്മൾ ചിലപ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിലും അതേപോലെ തന്നെ ചില ആശാര്യന്മാരുടെ ഭാഷയിലും ചില ആളുകളുടെ ഭാഷയിലൊക്കെ സൂത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞേക്കാം. സൂത്രങ്ങൾ, യമസൂത്രം, ബ്രഹ്മസൂത്രം കൃത്യമാക്കണം, യമസൂത്രം കൃത്യമാക്കണം, ഇങ്ങനെയൊക്കെ പറയുന്നത് കാണാം വാസ്തുശാസ്ത്രത്തിൽ. നമ്മളതുകൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാള്, ഇങ്ങനെയുള്ള മാസ്റ്റർ ബെഡ്റൂം, ഇവകളൊക്കെ ചിലപ്പോൾ നമുക്കൊരു കുമറുന്ന പോലെ, ഈ തലശ്ശേരി കണ്ണൂർ ഏരിയകളിലൊക്കെ കുമറുന്നെന്ന് പറയാം. ഈ കുമറുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. അതെപ്പോഴാണ് ഈ ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്നത്? അത് അതിൻ്റെ ഉള്ളിലൂടെ എയർ സർക്കുലേഷന് ശരിക്കില്ലാതിരിക്കുമ്പോൾ എയർ വന്ന് പുറത്തേക്ക് പോകണം, കാറ്റ് ഉള്ളിലേക്ക് വന്ന് അത് പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രത്യേക സൗകര്യം നമ്മുടെ വീട്ടിൽ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സൂത്രങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രധാന കവാടത്തിലൂടെ എയർ വന്ന് അതിങ്ങനെ പുറത്തേക്ക് പോകുന്ന രൂപത്തിൽ ഡോർ ടു ഡോർ അല്ലെങ്കിൽ വിൻഡോസ് ടു വിൻഡോസ് ഇങ്ങനെ എയർ സർക്കുലേഷൻ, ക്രോസ് വെന്റിലേഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ കൃത്യമായി നമ്മൾ വെക്കണം. അപ്പോൾ അത് ഇത്തരം സൂക്ഷ്മ ശക്തികളായ ചില ആളുകളുടെ സഞ്ചാരപാതകൾ എന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണെങ്കിൽ അല്ലെങ്കിലും നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഈ രൂപത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ ഒരു പ്രയാസമില്ല. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഡോർ ടു ഡോർ, അതായത് വിൻഡോസ് ടു വിൻഡോസ്, നല്ല എയർ സർക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതേപോലെ തന്നെ പുതിയ എന്തെങ്കിലും നിർമ്മിതികളൊക്കെ എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേക കൂടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില പ്രത്യേക പുറത്തേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അറിവുള്ള ആളുകളോട് ചോദിച്ചു, സദാ ഈ ഭാഗത്ത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീടിൻ്റെ സിറ്റുവേഷൻസും സാഹചര്യങ്ങളൊക്കെ വന്ന് കൃത്യമായി നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ എത്ര അവിടുന്ന് ഫോട്ടോ എടുത്ത് വിട്ടെന്നാലോ വീഡിയോ എടുത്ത് മനസ്സിലാക്കി തന്നാലോ നമുക്ക് ആ വീടിന്റെ സമീപത്തുള്ള റോഡുകൾ, ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴികൾ, ആ വഴികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വീട് എവിടെയാണ് നിൽക്കുന്നത്, അത് ഏതെല്ലാം ഭാഗങ്ങളിലൂടെയാണ്, അതിൻ്റെ ചുറ്റുപോകുള്ള ഭാഗങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫിസിക്കലി അവിടെ വന്നിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പ്രധാനമായിട്ട് ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നത്, അതാണ് ഞാൻ പറയുന്നത്. പോക്കുവരവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഇതിന് പല പേരുകളും പറയും. ഇനിയിപ്പോൾ വേറെ പേരുകൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെക്കാം. വരുത്തുപോക്ക്, തേരോട്ടം, എതിർപ്പോക്ക്. ഇപ്പോൾ ഇന്ന് തന്നെ എനിക്ക് 2-3 ഫോൺ കോളുകൾ വന്നതില്ലേ അതിലൊന്ന് വന്നത് അവരുടെ വീട്ടിൽ പോക്കുവരവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് പിന്നെ ഈ വിഷയം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. അപ്പോൾ അതിൽ അവരോട് ഏതോ ഒരു ആള്, ഞാൻ ആ ആളെയും പറയുന്നില്ല, ഏതാ സ്ഥലമൊന്നും പറയുന്നില്ല, നമുക്ക് കാര്യം മനസ്സിലാക്കലാണല്ലോ. ആ ആൾ അവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇന്നാലിന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ അവരോട് പറഞ്ഞാൽ അവരതിനൊരു കർമ്മം ചെയ്യും. ആ കർമ്മത്തോടു കൂടെ ആ പ്രയാസം തീരുന്നു. ഇവരൊരുപാട് തവണ ആ കർമ്മം ചെയ്യാൻ വേണ്ടി ആ ക്ഷേത്രത്തിൽ പോയി ചെയ്തു. അങ്ങനെ ക്യാഷൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടും അവർക്ക് ആ പ്രയാസം തീരുന്നില്ല. അങ്ങനെയാണ് അവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ അവരോട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ നോക്കാൻ പറ്റും നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്ത് ശരിക്കും ഈ ക്രോസ് വെന്റിലേഷന്, ഈ സൂത്രങ്ങൾ എന്ന് പറയുന്ന പോലെ ഈ ഭാഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് എയർ സർക്കുലേഷൻ നടക്കാൻ പറ്റുന്ന രൂപത്തിൽ, കാറ്റ് അകത്തുനിന്ന് വന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. അത് നമ്മുടെ ആരോഗ്യത്തിന്, ആ വീട്ടിൽ താമസിക്കുന്ന അത്തരം വീടുകളിൽ രോഗങ്ങൾ കുറവായിരിക്കും. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലേക്ക് എയർ വരണം, എയർ വന്നിട്ട് അത് പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴാണ് ആ വീട്ടിൽ നല്ല വായു ശ്വസിക്കാൻ പറ്റുള്ള വീടിൻ്റെ അകത്തടങ്ങളിൽ നിന്ന്. സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തടത്ത് പുറത്തിറങ്ങൂല, കൂടുതലും പുറത്തിറങ്ങൂല, കൂടുതൽ ടൈമും അവർ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ല ശുദ്ധവായു ശ്വസിക്കാൻ കഴിയണം. അപ്പോൾ അത്തരം സമയങ്ങൾ വരുമ്പോൾ ഈ എയർ സർക്കുലേഷൻ നടക്കുമ്പോൾ അത്തരം ഭാഗങ്ങളിൽ ടോയ്ലറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന് ഒരു പ്രത്യേക രൂപത്തിൽ ഈ എയർ സർക്കുലേഷന് ബാത്റൂമിലെ മ്ലേച്ഛമായ ഈ സംഭവങ്ങൾ, ഈ അണുക്കളൊന്നും കയറാത്ത രൂപത്തിൽ എന്തെങ്കിലും പൈപ്പുകളൊക്കെ വെച്ചിട്ട്, അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ട് എയർ പാസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കായിരിക്കണം. ഇപ്പം ഈ അടുത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഈ സെൻറ്ററിലൂടെ പോകുന്ന ഈ ഞാൻ ഈ പറഞ്ഞ സൂത്രം ഉണ്ടല്ലോ, ഈ സൂത്രത്തിലൂടെ പോകുന്ന ഭാഗത്താണ് ടോയ്ലറ്റ് വരുന്നത്, എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സുഹൃത്തിന് ആകെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, വളരെ കുറഞ്ഞ സ്ഥലം. ആ സ്ഥലത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു വീടുണ്ടാക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ച സമയത്താണ് ആ വീടിൻ്റെ ആ ഭാഗത്ത് ബാത്റൂം വരുന്നുണ്ടെന്ന് പറയുന്നത്. അതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായും ചെയ്തു. ഇനി അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു പോം വഴിയായിട്ട് ചെയ്യാനുള്ള വഴിയുള്ളൂ. വേറെ എവിടേക്കും അത് മാറ്റാനും പറ്റൂല. പിന്നെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവരൊരു ടെൻഷൻ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെതായ വിഷയങ്ങളുടെ രൂപത്തിലാണ് ഇടപെടാറുള്ളത്.
അപ്പോൾ ഈ സൂത്രങ്ങൾ അതേ ഈ നമ്മൾ ഈ ക്രോസ് വെന്റിലേഷൻസ് ഉണ്ടല്ലോ, ഈ എയർ സർക്കുലേഷൻ നടക്കാന്ന്, അത് ഈ ഡോർ ടു ബൈ ഡോർ, അതേപോലെ തന്നെ ഈ വിൻഡോസ് ടു വിൻഡോസ് ഇങ്ങനെ കൃത്യമായിട്ട് നോക്കുക. ചില ആളുകളൊക്കെ അതിന് ചില ഹോളുകളൊക്കെ ഇടാറുണ്ട്. ശരിക്കും വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു എഞ്ചിനീയറെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു വീട് പ്ലാൻ ഉണ്ടാക്കുന്ന, ഇപ്പം എല്ലാവർക്കും പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും. ഉസ്താദുമാർ തന്നെ ഒരുപാട് ആളുകൾ പ്ലാൻ ഉണ്ടാക്കും. അതേപോലെ ഇതൊക്കെ പഠിച്ച ചില ആളുകളുണ്ട്. ഉസ്താദുമാരുടെ കൂട്ടത്തിൽ തന്നെ ഈ സയന്റിഫിക്കലി ഇതൊക്കെ പഠിച്ച ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല കൃത്യമായിട്ട് പ്ലാനുകൾ ഉണ്ടാക്കും. അപ്പോൾ അവർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ആ ഒരു ഇസ്ലാമിക് ടച്ചിൽ തന്നെ ഉണ്ടാക്കും. അതോടുകൂടെ തന്നെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയും. ഇനി പ്ലാന് ഉണ്ടാക്കാൻ അറിയാത്തവർ, നമ്മൾ ആരെങ്കിലും ഒരു എഞ്ചിനീയറെ കാണണമെങ്കിൽ ആ എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞാലും മതി, നിങ്ങൾ ഇവിടെ ഈ വെന്റിലേഷന് കൊടുക്കണം, അതേപോലെ തന്നെ സൂത്രങ്ങൾ റെഡിയാക്കണം, ഇന്ന ഭാഗത്തിൻ്റെ വരണം. നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് അവരോട് പറഞ്ഞു കൊടുത്താലും അവർ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ അതിൻ്റെ രൂപത്തിലാക്കും. അപ്പോൾ ഈ പിന്നീട് ചെയ്യുന്ന പരിഹാരങ്ങളുണ്ടല്ലോ, ഈ ചെറിയ ഹോൾസ് വെക്കുക, അതേപോലെ തന്നെ സൂത്രം റെഡിയാക്കാൻ വേണ്ടി ആദ്യം ചെയ്യാത്തതുകൊണ്ട് അതൊന്നും അത്ര അങ്ങ് വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് ഒരു പരിഹാരമാണത്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്രയും കൃത്യമായ രൂപത്തിൽ നമുക്ക് ആ എയർ സർക്കുലേഷനൊക്കെ നടക്കാൻ അതിൻ്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായിട്ട് ഇത് ചെയ്യണം. വീടും പരിസരമൊക്കെ വളരെ നീറ്റായിട്ട് കൊണ്ടെടുക്കാം. ഈ പിശാചിന്റെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഈ മ്ലേച്ഛമായ വസ്തുക്കളിലാണ്. നമ്മൾ ഈ കുട്ടികൾ മൂത്രമൊഴിച്ച്, അതേപോലെ തന്നെ കുട്ടികളുടെ ഈ വേസ്റ്റുകൾ, ഇങ്ങനത്തെ ഈ പമ്പേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിടണം. അത് തീരെ ക്ലീൻ ചെയ്യുന്നില്ല. അതിടാനായിട്ടൊരു ഭാഗം ഇങ്ങനെ വെക്കണം. എന്നിട്ട് അതിങ്ങനെ തുടങ്ങി ആ സമയത്തൊക്കെ ചില ആളുകൾക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അത്തരം വിഷയങ്ങളിൽ ശൈത്വാനിന്റെ സാന്നിധ്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ചിലപ്പോൾ ആ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ പുലർത്തി പോരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊന്നും പരിഹരിക്കാൻ ക്ഷേത്രങ്ങളിലോ അമ്പലങ്ങളിലോ പൂജാരികളുടെ അടുക്കലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്ക് തന്നെ പരിഹരിച്ച് നമുക്ക് തന്നെ, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ക്രോസ് വെന്റിലേഷൻസ് കൃത്യമായി ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ഏതെങ്കിലും ഭാഗത്ത് ഒരു വേസ്റ്റ് അടിഞ്ഞു കൂടുന്ന അവസ്ഥാവിശേഷം ഉണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും വഴികളൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഇത്തരം വിഷയങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഇതിൻ്റെ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകളുടെ അടുക്കലൊക്കെ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന ചില പ്രയോഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. വരുത്തുപോക്ക്, തേരോട്ടം, അതേപോലെ തന്നെ എതിർപ്പോക്ക്, പോക്ക് വരവ്, ഇങ്ങനെയൊക്കെ പറയും. ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു ആശയം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് ശൈത്വാന്റെ സാന്നിധ്യം, പിശാചിന്റെ ഒരു പ്രസൻസ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചില ഭാഗങ്ങളിലേക്കുള്ള ശൈത്വാനിൻ്റെ സൂക്ഷ്മ ശക്തികളുടെ സഞ്ചാരങ്ങൾ, അതിന് വഴിമുട്ടാകുന്ന രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, അതിനൊക്കെ ചിലപ്പോൾ സ്ഥിരമായിട്ടൊരു സഞ്ചാരപാത ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ ചിലപ്പോൾ അങ്ങ് അത് ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ടാവും, വേറെ ഏതെങ്കിലും വീട് വന്ന കാരണം കൊണ്ടൊക്കെ. അപ്പോൾ അത്തരം പ്രയാസങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോകും. ചിലതൊന്നും പോകൂല, അത് പല സ്ഥലങ്ങളിലും പോയാലും പോകില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതത് സ്ഥലങ്ങളിൽ ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീടുകളിലൊക്കെ അത്തരം വിഷയങ്ങൾ നോക്കണം. അപ്പോൾ ചില ഷെറുകളൊക്കെ ഉണ്ടാകും. അതിൽപ്പെട്ട ഷെറുകളാണ് ഞാൻ പറഞ്ഞത്. നമ്മളവരെ ബുദ്ധിമുട്ടാക്കുന്ന സമയത്ത് അവർ നമ്മളെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തുന്നതാണ് ഈ സന്ധ്യാസമയമായാൽ കേൾക്കുന്ന ഇത്തരം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ഈ വെന്റിലേഷൻസുകളും ഈ കാര്യങ്ങളൊക്കെ വളരെ സൂത്രങ്ങളൊക്കെ വളരെ കൃത്യമായി കൊണ്ടെടുക്കുക. അതേപോലെ തന്നെ പുതിയ വല്ല സംഭവങ്ങൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളൊരു വീട് എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നീട് നമ്മളൊരു മതിൽ കെട്ടുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് നമ്മളൊരു വേസ്റ്റുമായി ബന്ധപ്പെട്ട മ്ലേച്ഛവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊക്കെ ക്ലോസ് ആകുന്ന രൂപത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണ് ഇത്തരം നെഗറ്റീവ് എനർജികൾ വരിക. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അമല് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വീട്ടിൽ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി വീട്ടിൽ നിന്ന് ഇത്തരം പ്രയാസങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അമല് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് എഴുതാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എഴുതുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ആർക്കെങ്കിലും എഴുതാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ ഞാൻ ഈ പറയുന്ന ആയത്തുകളൊക്കെ കൃത്യമായി എഴുതിയിട്ടാൽ ഇൻഷാ അല്ലാഹ് അത് ഞാനിവിടെ
എന്താ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ മറ്റുള്ളവർക്ക് കമൻറ്റ് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് ചെയ്യേണ്ടത് ഞാൻ ഈ കിതാബിൽ നിന്ന് വായിക്കാം. ഫജ്ലിസ് അൻത വമൻ മഅക അലൽ അർള്, വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഭൂമിയിൽ ഇരിക്കുക. ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ചെയറിലൊന്നും ഇരിക്കാതെ നിലത്ത് തന്നെ ഇരിക്കുക. എന്നിട്ട് അവര് ഇങ്ങനെ ഈ പറയുന്ന രൂപത്തിൽ അതൊരു ഹൽക്കയായിട്ടാണ് ഇരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരു ഹൽക്കയായിട്ടാണ് ഇരിക്കുക. അതിലൊരാള് വാന്ത തഖ്റു ആയത്തുൽ കുർസി 7 മറാത്ത് 7 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. അപ്പോൾ ഫാത്തിഹ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മുഅവ്വിദത്തൈൻ ഓതുക, എന്നിട്ട് ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതുക. എന്നിട്ട് ശേഷം ഞാൻ ഈ പറയുന്ന ഇത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ് ചെയ്യേണ്ടത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വുളുവോടുകൂടെ വന്ന് എല്ലാവരും ശുദ്ധിയുള്ള സമയത്ത് ഒറ്റ ദിവസം പ്രിയമുള്ളവരെ ചെയ്താൽ മതി, നിങ്ങൾക്കതിന്റെ ഫലം കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒരു ഹൽക്കയായിട്ടിരിക്കുക. ഹൽക്കയായിട്ടിരുന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടിരിക്കുക. എന്നിട്ട് അതില് ഈ പറയുന്ന ആയത്തുകൾ ഞാൻ പറഞ്ഞല്ലോ, ഫാത്തിഹ ഓതുക, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ റബ്ബിൽ ഫലഖ് ഓതുക, ഖുൽ റബ്ബിൻ നാസ് ഓതുക. അതിനുശേഷം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ അല്ലാഹു ഹഫീളുൻ അലൈഹിം വമാ അൻത അലൈഹിം ബിവകീൽ ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിൾ വമാ അൻത അലൈഹിം ബിഹഫീൾ വഇന്ന അലൈക്കും ലഹാഫിളീൻ وهو القاهر فوق عباده ويرسل عليكم حفظه إن ربي على كل شيء حفيظ وحفظناها من كل شيطان رجيم وحفظا من كل شيطان مارد وحفظا ذلك تقدير العزيز العليم والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്തുകളാണ് ഓതേണ്ടത്. ഈ ആയത്തുകൾ ഓതിയതിനു ശേഷം യാ ഹഫീലു യാ ഹഫീലു യാ ഹഫീലു യാ ഹഫീലു ഇഹ്ഫളിനാ എന്ന് പറയാ 11 പ്രാവശ്യം. യാ ഹഫീലു യാ ഹഫീലു യാ ഹഫീലു ഇഹ്ഫളിനാ യാ ഹഫീലു യാ ഹഫീലു യാ ഹഫീലു ഇഹ്ഫളിനാ. എന്നിട്ട് സുമ്മസ്കുത് അൻത വമൻ മഅക വലാ തതകല്ലമു, ഒരു കുറഞ്ഞ സമയം, ഒരു 3 മിനിറ്റ് സംസാരിക്കാതെ, എല്ലാവരും സംസാരിക്കാതെ മിണ്ടാതെ അങ്ങിരിക്കുക. ഇൻഷാ അല്ലാഹ് അതോടുകൂടെ അവിടെ ഒരു ഹുളൂർ ഉണ്ടാവും. നല്ലോണം മനസ്സിലാക്കുക. ഈ പറഞ്ഞ അമല് ചെയ്താൽ അതോടുകൂടെ അവിടെ ഒരു ഹുളൂർ ഉണ്ടാകും. ഹുളൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? മലക്കുകളുടെയൊക്കെ ഒരു സാന്നിധ്യം, ഒരു ഹഫളത്തിന്റെ അഹ്ലുകാരുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും. അവർ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തൊട്ട് ആ ഹുളൂർ കാരണമായിട്ട്, നിങ്ങളെ ചൊല്ലിയ ആയത്തുകൾ കാരണമായിട്ട്, ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കാരണമായിട്ട് ഒരു ഹിഫ്ള് ഇത്തരം ശൈത്വാനിന്റെ പൈശാചികമായ സാന്നിധ്യത്തിന് തൊട്ട് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ഈ ഒരു അമലിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞത്, ഇതൊരുപാട് തവണ വഖദ് ജറബ ദാലിക മിറാറൻ അദീദ വസഹ, ഇതൊരുപാട് തവണ ഇത് ചെയ്ത്, ഇത് പരീക്ഷിച്ച്, ഇത് മനസ്സിലാക്കിയിട്ട് ബോധ്യപ്പെട്ട വിഷയമാണ് അത്തരം പിശാചിന്റെ സാന്നിധ്യങ്ങൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹിഫ്ള് നൽകട്ടെ. ഒരു ആവർത്തി കൂടെ പറയുകയാണ്, ഈ പോക്ക് വരവ്, വരുത്തുപോക്ക്, എതിർപോക്ക്, തേരോട്ടം, ഈ പ്രയോഗങ്ങളൊന്നും പ്രയോഗിച്ച് കൂടുതൽ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമോ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഇല്ല. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇവിടെ അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യവർഗം, ജിന്നുവർഗം, ഇങ്ങനെ ഒരുപാട് വർഗങ്ങളുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരു വർഗമാണ് ജിന്ന്, അതേപോലെ തന്നെ ഷൈത്വാന്, പിശാച്, ഇവകളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ എന്താ? ആ ശപിക്കപ്പെട്ട ഷൈത്വാനെ തൊട്ട് കാവല് തേടുന്നല്ലേ? ഷൈത്വാൻ ഉണ്ടായതുകൊണ്ടല്ലേ? ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, പിശാചുക്കളെ തൊട്ട് കാവല് തേടിയിട്ടാണ് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിശാചുക്കളുണ്ട്, അവരുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ ഇത്തരം പ്രയോഗങ്ങൾ എങ്ങനെ പ്രയോഗിച്ചാലും ഇത് ചില പിശാചുക്കളുടെയും ചില ശൈത്വാനുകളുടെയൊക്കെ ചില സംഭവങ്ങളാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ചില മതങ്ങളിൽ ചില സഹോദരന്മാര് ഇതിനെക്കുറിച്ച് അത് ചില അമ്പലങ്ങളിൽ നിന്ന് ചില ദേവങ്ങള്, അതേപോലെ തന്നെ ദേവികളൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാകുന്ന
ചില തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഉണ്ടായേക്കാം, അത് ഇല്ലാത്തതുമായേക്കാം. എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു ആംഗിളിൽ വെച്ചിട്ട്, ഏതൊരു ആംഗിളിൽ വെച്ചിട്ട് ഷെയ്ത്വാനുണ്ട്, ആ ഷെയ്ത്വാന്റെ സാന്നിധ്യമുണ്ട്, അവർക്കുള്ള പ്രയാസങ്ങൾ എന്തുണ്ടാക്കുമ്പോൾ അവരുടെ അടുത്ത് പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ ഒരു ആംഗിൾ മാത്രം കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇത്തരം അമലുകൾ ചെയ്താൽ മതി. കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തോ ഒരു സംഭവത്തിലേക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഹിഫ്ള് നൽകട്ടെ. ശൈത്വാന്റെ പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ. എല്ലാവരും ധൈര്യമായിരിക്കുക, സന്തോഷത്തിലിരിക്കുക, റബ്ബിനോട് എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, 5 വക്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കാതിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അറിയിക്കാവുന്നവരൊക്കെ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മാത്രം അറിയിക്കുക. ഫോൺ കോളുകളൊക്കെ മാക്സിമം കുറയ്ക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.